കാലാവസ്ഥാ പ്രതിസന്ധി എന്നാൽ ആരോഗ്യ പ്രതിസന്ധി കൂടിയാണ്. കാലാവസ്ഥാ പ്രതിസന്ധി നേരിടാനുള്ള പ്രവർത്തനങ്ങളിൽ കാണിക്കുന്ന അലംഭാവം ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനാണ് എടുക്കുന്നത്. അത് അടിവരയിടുന്നതാണ് ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് ലാൻസെറ്റ് നടത്തിയ പഠനം. കാലാവസ്ഥാ പ്രതിസന്ധി നേരിടുന്നതിൽ കാണിക്കുന്ന അലംഭാവം എങ്ങനെ മനുഷ്യജീവനെ അപായപ്പെടുത്തുന്നു, ആരോഗ്യ സംവിധാനങ്ങളെയും സമ്പദ് വ്യവസ്ഥയെയും ദുർബലപ്പെടുത്തുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് കൗണ്ട് ഡൗൺ ഓൺ ഹെൽത്ത് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് 2025 റിപ്പോർട്ടിൽ പറയുന്നത്. കടുത്ത ചൂട് മാനവരാശിയുടെ ജീവിതത്തെയും ഉപജീവന മാർഗങ്ങളെയും നഷ്ടപ്പെടുത്തുന്ന വിധത്തിലേക്ക് എത്തിക്കുന്നു. ഇതുമൂലം ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകളാണ് മരിക്കുന്നത്. കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ ഇന്നത്തെ കാലത്ത് ആരോഗ്യ മേഖലയിൽ വൻ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കാലാവസ്ഥയെ അഭിമുഖീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കിയില്ലെങ്കിൽ ഇത് മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും വലുതായിരിക്കും. 1990 ശേഷം ചൂടുമായി ബന്ധപ്പെട്ടുണ്ടായ മരണനിരക്ക് 23% വർദ്ധിച്ചുവെന്നാണ് റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാകുന്നത്. ചൂടുമായി ബന്ധപ്പെട്ട മരണങ്ങൾ പ്രതിവർഷം ശരാശരി 5,46,000 ഉയർന്നു. അസഹനീയമായ ചൂട് കൂടുന്നത് ആളുകൾക്ക് അവരുടെ ജോലി കൃത്യമായി ചെയ്യാൻ കഴിയാതെ വരുന്നതിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നു. ഇത് തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. കൃത്യമായി തൊഴിലെടുക്കാൻ പറ്റാത്തത് മൂലമുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മനുഷ്യരെ അലട്ടുന്നു. ഇത് കുടുംബജീവിതത്തെയും താളം തെറ്റിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ജീവിത നിലവാരവും അതിനനുസരിച്ച് തകർന്നു പോകുന്ന സ്ഥിതിയിലാകുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടുന്നതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ ആഗോളതലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഫലം കാണുന്നുണ്ടെന്നും ലാൻസെറ്റ് പഠനം ചൂണ്ടിക്കാട്ടുന്നു. ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുന്നതിനുള്ള ആഗോള ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട്. നിശ്ചയിച്ച തുകയുടെ 3 ഇരട്ടിയോളമാണ് സഹായം ആവശ്യമുള്ള രാജ്യങ്ങൾക്കായി നൽകിയത്. ഇതോടെ 2010 മുതൽ 2022 വരെ പ്രതിവർഷം ഏകദേശം 1,60,000 അകാല മരണങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാലാവസ്ഥാ പ്രതിസന്ധി നേരിടാൻ തയ്യാറാക്കിയ വിവിധ പദ്ധതികളിലൂടെ ആഗോളതലത്തിൽ 16 ലക്ഷം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. കാലാവസ്ഥാ പ്രതിസന്ധിയും ബന്ധപ്പെട്ട ആരോഗ്യ പരിചരണവും മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠന വിഷയമായതും ലാൻസെറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതേസമയം മിക്കവാറും എല്ലാ രാജ്യങ്ങളും കാലാവസ്ഥാ അപകട സാധ്യതകൾ മുൻനിർത്തിയുള്ള പദ്ധതികൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. കാലാവസ്ഥാ പ്രതിസന്ധി കാരണം മാനവരാശിക്കുണ്ടായ നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ആഗോളതലത്തിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ ആരംഭിച്ചതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു.